നാടിന്റെയും മതങ്ങളുടെയും സംസ്കൃതി പകർന്നു നൽകിയ മൂല്യങ്ങളിൽ ജീവിതം പടുത്തുയർത്തിയ സ്നേഹസമ്പന്നരായ പൂർവികർ തങ്ങളുടെയും തലമുറകളുടെയും ജീവിതം വർണ്ണാഭമാക്കി. വീട് കേവലം പാർപ്പിനുള്ള ഇടമല്ലെന്നും അത് സ്നേഹത്തിനും പങ്കുവെക്കലിന്റെയും പ്രാർത്ഥനയുടെയും ആത്മീയതയുടെയും പരിശുദ്ധിയുടെ ഇടമാണെന്നുള്ള തിരിച്ചറിവ് മലയാള വീടുകൾ നൽകുന്നു. സ്നേഹവാത്സല്യങ്ങളുടെ നിറക്കുടമായ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും സ്നേഹിതരുടെയും അയൽക്കാരുടെയും സംഗമവേദിയാണ് വീട്. ഇവിടെ മാനുഷിക ബന്ധങ്ങളുടെ ഊഷ്മളത ഇതൾ വിരിയുന്നു. അതിൽ നിന്ന് മാനുഷിക നന്മയുടെ പുതിയ പാഠങ്ങൾ ഉരുത്തിരിയുന്നു. മനുഷ്യൻ ഏകനല്ല, അവൻ സാമൂഹിക ജീവിയാണ്. ഗൃഹദുരത്വത്തിന്റെ ഇടനാഴികളിൽ നീങ്ങുന്ന വിദേശ മലയാളികളായ നമുക്ക് ഈ ചിത്രങ്ങൾ ഉന്മേഷം തരുമെന്നത് സംശയമില്ല. മലയാള ലോകം അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു നന്മയുടെ കാലവും മാനുഷിക ബന്ധങ്ങളും. കേരളത്തിന്റെ ഒരു ഗ്രാമപ്രദേശത്തേക്ക് നമുക്ക് ചെല്ലാം. അവിടുത്തെ ഒരു പ്രധാന വീട്. ഇപ്പോൾ അവിടെ അപ്പച്ചനും അമ്മച്ചിയും മാത്രമാണ് താമസം. ഒരു മകനുള്ളത് അങ്ങ് കാനഡയിൽ. ആ വീട്ടിൽ നിന്ന് എന്തോ ഒരു വിശേഷമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കാണാം. ചൂലായി കണ്ട അപ്പ തന്നെ തുടങ്ങും അപ്പച്ചൻ. ഓ, രാവിലെ തന്നെ ചൂടുമായിട്ട് മുന്നേ അങ്ങ് നിന്നോളൂ. നിങ്ങൾ എന്തിനാ അവളെ വഴക്ക് പറയുന്നേ? അവൾ അവിടേക്ക് നിന്നൊന്ന് അടിച്ചു വാർട്ടെ. പിന്നെ സാർകുട്ടിയും മക്കളും വരുന്നേല്ലേ. ലീലാമ്മേ, നിന്റെ ജോലിയെ കഴിഞ്ഞ് നീ അടുക്കളയിലേക്ക് ചെല്ല്. അവിടെ ഒരുപാട് ജോലി ഉള്ളതാ. ശരി. ഇപ്പോഴത്തെ പിള്ളേര് കാഴ്ചവട്ടിലാണ് എല്ലാം അങ്ങോട്ട്. പിന്നെ പണ്ടത്തെ പോലെ സ്നേഹമില്ല. ഓ, ശ്വാസമ്മ, തെക്കേക്കരയിലെ ശ്വാസമ്മ അന്നം ഭർത്താവിന്റെ കാല് തല്ലി പിടിച്ചു. ഇതവള് കാണണ്ട. ഇന്നത്തെ അച്ഛന്റെ പ്രസംഗം നിനക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ലേ? സത്യം പറയാമല്ലോ, എനിക്ക് ഒരു ഭാഗം കിട്ടിയില്ല. അയ്യടാ, അത് നിങ്ങൾ കടന്ന് ഉറങ്ങിയതുകൊണ്ടാ. ഇന്നത്തെ അച്ഛന്റെ പ്രസംഗം നന്നായിട്ടുണ്ടായിരുന്നു. അയ്യടാ, നിങ്ങൾ ഉറങ്ങി. ഞാൻ കണ്ടതാ, പകുതി സമയം കിടന്ന് ഉറങ്ങി നിങ്ങൾ. ഞാനൊന്ന് പോയിട്ട് വരാം. അടുക്കളയിൽ ജോലിയുണ്ട് എനിക്ക്. എടീ എടീ രോഷാമ്മേ, ഈ മീനൊക്കെ ഒന്ന് വന്ന് നോക്കിക്കേ.
ഉള്ളത്? നല്ലതെങ്ങാനും ഉണ്ടോ? നല്ല കിടക്കണ അയല ഉണ്ട്, എടുക്കട്ടെ. നല്ല കിടക്കണ കൊഞ്ചും കരിമീനും ഉണ്ട്, വേണോ? എടി ഇവിടെ അവിടെ നീയാണല്ലോ ഓടി പടക്കുന്നത്, ഈ മീനല്ലേ? ചുമ്മാ ഇരി അപ്പച്ച. എങ്ങനെയാ വില? ഇവിടെ കരിപ്പ് ഒരു ഇച്ചിരി വില കൂട്ടിയാ നീ തരുന്നേ. അതെന്താ പറച്ചില്ല അമ്മച്ചി, ഞാൻ അപ്പൊ നല്ല വില അല്ലേ തരുന്നത്. നീ വിലയുടെ പേരിൽ ഉടക്കണ്ട. മക്കള് വരുന്നല്ലേ, ആവശ്യമുള്ള മുഴുവൻ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചേരെ. സാമിന് കരിമീനാ ഇഷ്ടം, ജൂലിയക്കും മക്കൾക്കും കൊഞ്ചും. അതുകൊണ്ട് ഇത് രണ്ടും നീ അടുക്കളയിലേക്ക് കൊടുക്ക് കേട്ടോ. ഞാൻ പൈസ കൊണ്ട് തന്നെ. ശരി. എന്നാലേ ഞാന് ഒന്ന് മാറിയിട്ട് വരാം. പച്ചക്കറിയേ പച്ചക്കറിയേ പച്ചക്കറിയേ. ചീര വേണോ? ചീര. ഇന്ന് വീണ്ടും ആകെ ഒരു മാറ്റം തോന്നല്ലോ. ഓ, ഇന്നേ സാംകുട്ടിയും മക്കളും വരിക കാനഡയിൽ. അത് സന്തോഷം. അപ്പൊ പച്ചക്കറി വേണ്ടേ? പിന്നെ എനിക്ക് വേണം, പക്ഷെ വാടിയതൊന്നും എനിക്ക് വേണ്ട. അയ്യോ അമ്മച്ചി, എന്തുവാ പറയുന്നത്? ഇതെല്ലാം പുതിയതാ. പയർ, ചീര, വെണ്ടയ്ക്ക, തക്കാളി. എടുക്കട്ടെ? ഇതൊക്കെ ഉണ്ടല്ലോ. ശരി, ഇത്രയല്ലേ ഉള്ളൂ. ഇത് മുഴുവൻ ഞാൻ എടുക്കാം കേട്ടോ. കൊണ്ടുപോക്കോ അടുക്കളയിലേക്ക്. ശരി. ഞാൻ പൈസയും കൊണ്ടുവരാം. ആഹാ, വന്നോ? എടി ശോശാമ്മേ, ശോശാമ്മേ, വേണ്ട, നമ്മുടെ കൂട്ടുകാരി പിള്ളേര് വന്നല്ലോ. മക്കൾക്ക് മുട്ടായി ഒക്കെ വല്ലതും കിട്ടിയ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നേ. എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം? സുഖാണോ എല്ലാവർക്കും? പിന്നെ ഇന്നാ വരുന്ന സാമാച്ചാച്ചൻ? ഇന്ന് മുട്ടായും ചോക്ലേറ്റും കുന്തബ്രാൻഡും എല്ലാം കൊടുക്കും. നിങ്ങൾ പോയി കളിക്കും. പൊക്കോ അങ്ങോട്ട്, ആ സ്ഥലത്തേക്ക് പോയി കളിച്ചോ. കിണറിന്റെ അടുത്തൊന്നും പോവല്ലേ. ഇന്ന് ഒരുപാട് ജോലിയുണ്ടല്ലേ? എനിക്കൊരു ജോലിയില്ല. ഓ, കുളിക്കാൻ വേറെ ഒന്നുമില്ല ജോലി. എനിക്കാവുള്ള ജോലി അത്രയും. കണച്ചിന് അവിടെ ഒന്നും പോലെ കേട്ടോ. എന്റെ വാരിക്കൊന്നും കേൾക്കാല്ലോ കേട്ടോ. വാരി ഞാൻ തരൂ. ഓർമ്മയുണ്ടോ? ഓ, ഓർമ്മ കുറവാ. അപ്പോ ക്ലബിന്റെ വാർഷികം ഓർക്കുമല്ലോ. നിങ്ങളുടെ വാർഷികത്തിന് ഞാൻ വരാതിരിക്കും. ഇന്നാളും വന്നപ്പോ അമ്മച്ചി ഉണ്ടായിരുന്നുള്ളൂ. അമ്മച്ചിയോട് ഞാൻ പരിപാടികളെല്ലാം പറഞ്ഞിരുന്നു. അമ്മച്ചി പറഞ്ഞു അപ്പച്ചനുള്ളപ്പോ വരാന്ന്. അന്നേരം ഇപ്പൊ കാശ് കിട്ടുമെന്ന്. കാശ് 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 നോക്കട്ടെ. പിശുക്കൻ മൂപ്പൻ. കാശ് കിട്ടുമോ? പറഞ്ഞ മൊത്തം ഉണ്ട്. എന്നാ ക്ലബിന് വരണം, വാർഷികത്തിന് വരണം കേട്ടോ. കാണാം. ഓക്കെ, കാണാം. ഹലോ ഹലോ, ഉറക്കി പറ, കേൾക്കുന്നില്ല. ഹലോ. ഓ, റേഞ്ച് പോയി. ഒരു ലാഡർ ഉണ്ടായിരുന്നു, ഈ തെങ്ങിന്റെ മുകളിൽ കയറി റേഞ്ച് കിട്ടില്ല. എന്താണ് അവിടെ നിന്ന് കൂവുന്നത്? ഓ, അത് സിഗ്നൽ ഇല്ലാത്തയാ. എന്നാ ഇവിടെ വിശേഷം?
തേങ്ങയൊക്കെ പഴമായിട്ടുണ്ട് ഇട്ടാലോ? തേങ്ങ മാത്രം പോരാ, ഇച്ചിരി കരിക്കും കൂടി പോരട്ടെ. ഒരു 10-15 മതിയാവില്ല? 10 എന്നാ ശരി. ചോദിച്ചു കേട്ടോ. ആണ്ട പോയി. ഇസ്ലാമിലേക്ക് അതിന് ഈശോമിശേക്ക് ശുദ്ധീകരിക്കട്ടെ. അപ്പച്ച സുഖമാണോ? അങ്ങനെ പോകുന്നു. എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഞാന് ഇത് നമ്മളുടെ സലിമിന്റെ മോന്. ഇതേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണത്തിന് പോയിട്ടില്ലായിരുന്നോ? അത് ഇവരുടെ കല്യാണത്തിനായിരുന്നു പോയത്. എനിക്കിപ്പം ഓർമ്മ വന്നു. നിങ്ങൾക്ക് ഗൾഫിലല്ലേ ജോലി? ദുബായില. അടുത്ത ആഴ്ച പോവും. സാമ സുഖമായിരിക്കുന്നു. സാമിന് കുഴപ്പമൊന്നുമില്ല. സാമും കുടുംബവും ഇന്ന് വരും. ഓ, സാം ഉള്ളപ്പോൾ ഞങ്ങൾ വരാം. ഇപ്പം ഇച്ചിരി തിരക്കുണ്ട്. ഓ, എന്നാൽ കണ്ടതിൽ വളരെ സന്തോഷം. നമുക്ക് പിന്നീട് കാണാം. ഓ. എന്താണ് നിങ്ങൾക്ക് വൈകുന്നേരം എന്താണ് എനിക്ക് തിന്നാൻ തന്നെ? നാളെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഭയങ്കര നാറ്റം. സ്തോത്രം. അമ്മച്ചി സ്തോത്രം. അമ്മച്ചി, നിങ്ങൾ രണ്ടുപേരും വന്നോ? വരൂ, ഇരിക്കേ. ഒരാൾ ഇവിടെ ഇരുന്നോ? അല്ലെങ്കിൽ ആ കസേരയും കൂടെ അങ്ങ് എടുത്തോ. ഞങ്ങൾ ഹൗസ് വിസിറ്റിന് ഇറങ്ങിയതാ. അത് നല്ല കാര്യമായി. ഇന്ന് സാമും മക്കളും വരും ആചാര്യനെ. അത് നല്ല വാർത്തയാണല്ലോ. അപ്പൊ അമ്മച്ചി നല്ല തിരക്കിലാക്കല്ലേ? പിന്നെ ഒരുപാട് തിരക്കുണ്ട്. നിങ്ങൾ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ വേണ്ട അമ്മച്ചി, ഞങ്ങൾക്ക് ഇനിയും വേറെയും വീടുകളിൽ പോകാനുണ്ട്. ശരി എന്നാ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. കർത്താവേ, ഈ വീട്ടിലുള്ള അപ്പച്ചനെയും അമ്മച്ചിയെയും കാത്തുകൊള്ളണമേ. യാത്രയിലായിരിക്കുന്ന മകനെയും കുടുംബത്തെയും സുഖമായി എത്തിക്കണമേ. ഇനി പോണ വീടുകളെ എല്ലാം അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സമയം മണിയായി. എളുപ്പം ഒരു ഇഞ്ച് കൊണ്ടുവാ, അല്ലെങ്കിൽ നമ്മളെ വാർഷികത്തിന് താമസിക്കും. ഓ, അത് നിങ്ങളങ്ങ് തനിയെ പോയാ പോരെ, ഞാൻ വരണോ? എന്നെ വായിരിക്കുന്നു കേക്കല്ലോ കേട്ടോ. പോയി മുറിഞ്ഞു. മക്കളെ വീട്ടിലൊന്നും പോകണം. ഞാൻ എന്നാലും വരണോ? വേഗം വാ, നമ്മളെ എല്ലാ കാര്യത്തിനും സഹായിക്കുന്ന പിള്ളേരാ. അപ്പൊ ഒരു പരിപാടിക്ക് വേണ്ടി ഞാൻ വേഗം എന്താണ് ഈ കോലം? ഇതിനെന്താ കുഴപ്പം? നല്ല ഭംഗിയില്ലേ? ഇതേ കഴിഞ്ഞ പ്രാവശ്യം മോൻ വന്നപ്പോ കൊണ്ട് തന്നതാ. പോയി മാറ്റി വെച്ചിട്ട് പാടി. മതിയോ? മതി, നമുക്ക് പോവാം. കസാര ഇങ്ങോട്ട് മാറ്റി വെക്ക്. ആ കളറിന് പേര് കേട്ടോ. അങ്ങോട്ട് അവിടെ മതി. അപ്പച്ചാ അമ്മച്ചി വാ, ഇരുന്നാട്ടെ.
അവിടെ വന്നിരുന്ന ഇനി നമുക്ക് പരിപാടികളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ സലീമിക്കാടെ മകൻ അബ്ദുയുടെ ഒരു വയലിൻ കച്ചേരി. ഞാൻ ജൂലിയ മോൾക്ക് വേണ്ടി വാങ്ങിയതാ. അവക്ക് ചേരുമായിരിക്കുമോ എന്തോ. ഞാൻ ഇതുവരെ കണ്ടിട്ടുകൂടെ ഇല്ല അവളെ. ഈസ്റ്ററിന് ഞാൻ അവളോട് ഇത് ഉടുക്കാൻ പറയാം പള്ളിയിലേക്ക്. പിന്നെ നല്ല മുടിയുള്ള പെണ്ണായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മോനോട്, നല്ല മുടിയുള്ളവളേ കല്യാണം കഴിക്കാവുള്ളൂ. അവൻ എന്റെ മോനാ. ഓ കഴിഞ്ഞ എന്നാലേ നമുക്ക് കാത്തിരുന്ന് കാണാം. അവര് വന്നെന്ന് തോന്നുന്നു. എന്താ ഇതിന് വട്ടാണോ എന്റെ ഹാർട്ട് അറ്റാക്ക് വന്ന അയ്യോ അയ്യോ എന്റെ ചങ്കേരി അയ്യോ സാനിന്റെ മകനാണോ? മകനെ മകനെ എന്റെ മകനെ. എന്റെ ജൂലിയ മോൾ എവിടെ? ജൂലിയ മോളെ, എന്റെ കർത്താവേ, ഇത് മദാമയാണല്ലോ. എന്റെ കാച്ചി എണ്ണയും സാരി ഞാൻ ഇനി എന്ത് ചെയ്യും? എടേ
ശോശാമേ, ഇവള് എന്താ എനിക്ക് തോന്നുന്നു ഷീ ലവ്സ് ഷാരീസ്. അപ്പൊ അത് കാരണം നീ സമാധാനിക്ക് കേട്ടോ. ഈ പിള്ളേര് മൂന്നായി പിള്ളേരെ സന്തോഷമല്ലേ അടി നല്ല നമ്മുടെ സന്തോഷം. മക്കളെ പാ കഥാപാത്രങ്ങളും അഭിനയിച്ചവരും: അപ്പച്ചൻ ക്രിസ്റ്റഫർ മൂത്തേടം, അമ്മച്ചി ഗ്രേസ് ആൻഡ് സാമുവൽ, പാൽക്കാരൻ ജോഷുവ ജോർജ്, പത്രക്കാരൻ ഏബ്രഹാം ചാക്കോ, ജോലിക്കാരി ക്രിസ്റ്റീൻ ജോസഫ്, മീൻകാരി മേഗൻ തോമസ്, പച്ചക്കാരി നേഹ ചെമ്മന്നൂർ, കുട്ടികൾ ഹന്ന ഷാജി, റിയ നിബു, Elijah Johnson, Isabel Johnson, Andrew Paul, Pirukaran, Joshua Muthedam, Padiyan, Nitin Chemanur, Abdu Chris George, Bushra, Leanne Chako, Prarthana Kar, Anna Esther Samuel, Ginu Jacob, Sam Kutti, Samuel Chako, Julia Moore, Miriam Chako, Kochu Makkar, Joshua Koshi, Grace George, and Savannah Thomas. ഇത്രയും നന്നായി മലയാളം സംസാരിക്കാൻ നമ്മുടെ കുട്ടികൾ നടത്തിയ ശ്രമം നന്നായി വിജയിച്ചു. ഈ കുട്ടികൾ ബിഗിനേഴ്സിലെ ക്ലാസ്സിലെ കുട്ടികളാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരു വലിയൊരു കയ്യടി നമുക്ക്